Hey guys, BCUTസിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം BC. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന സിനിമയുടെ ട്രെയിലർ 3-4 ദിവസം പുറത്തു വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കണ്ടു കാണുന്നത് പ്രതീക്ഷിക്കുന്നു. ഓഫ്കോഴ്സ് എന്ന് പറഞ്ഞാൽ ട്രെയിലർ ബ്രേക്ക് ഡൗണിലേക്കാണ്. സോ ഈ ഒരു സിനിമ വളരെയധികം എക്സ്പെക്റ്റേഷനുള്ള ഒരു സിനിമയാണ്. ആൾക്കാർ ഏറ്റവും കൂടുതൽ കാണാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് മാർവലിൻ്റെ അണ്ടറിൽ നിന്ന് വരുന്നത്. ആൻഡ് ഓഫ്കോഴ്സ് ഇപ്പോഴാണ് ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഷാങ്ഷി ഡയറക്റ്റ് ചെയ്ത അതേ ഡയറക്ടറാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ട്രെയിലറിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഓഫ്കോഴ്സ് നമ്മുടെ സ്പൈഡർമാനിൽ ഓർഗാനിക് വെബിങ്, യെസ്, നമ്മുടെ ടോബി മെഗ്വറിൻ്റെ സ്പൈഡർമാനൊക്കെ ഉണ്ടായിരുന്ന പോലെ എന്താ പറയുക, റിഫ്റ്റിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി വെബ് വരുന്നൊരു പവർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. ട്രെയിലറിൻ്റെ അത് ഇതുവരെയും വില്ലനെ കാണിച്ചിട്ടില്ല. അതിന് ഒരുപാട് സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ട്രെയിലറിൽ നമുക്ക് അറിയാമായിരുന്നു, പക്ഷേ ട്രെയിലറിൽ കാണിക്കുമ്പോൾ ഡൗട്ട് ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ട്രെയിലർ ഓപ്പൺ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പണിഷറിനെ നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് പണിഷറിന് സ്പൈഡർമാനെ കുറച്ച് എന്താ പറയുക അറിയാവുന്ന പോലെ തന്നെയാണ് പെരുമാറുന്നത്. ആൻഡ് അതുപോലെ നമ്മുടെ ബ്രൂസ് ബാനർ, പുള്ളി ബ്രൂസ് ബാനർ ഫോമിൽ തന്നെ ഉണ്ട്, ഹൾക്ക് ഫോമിലല്ല. ആൻഡ് അതുപോലെ തന്നെ പല കാര്യങ്ങൾ എന്താ പറയുക പല ആൾക്കാരെയും കാണിക്കുന്നുണ്ട്. ആൻഡ് ഇതിൽ ഷാങ്ഷി അപ്പിയർ ആകുമെന്നും പറയുന്നുണ്ട്. ഷാങ്ഷി തീർച്ചയായിട്ടും വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ട്രെയിലറിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ആൻഡ് ഈ ഒരു സിനിമ നടക്കുന്നത് നമ്മുടെ സ്പൈഡർമാൻ്റെ മറ്റു സിനിമകൾ 4 വർഷം കഴിഞ്ഞിട്ടാണ് നടക്കുന്നതെന്ന് നമ്മളുടെ നെഡും MJയും ഇപ്പോൾ കോളേജ് കഴിഞ്ഞ് പുറത്തു വന്നതായിട്ടും നമ്മുടെ സ്പൈഡർമാൻ കോളേജിൽ പോയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പുള്ളി ഭയങ്കര വെക്സായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്നുണ്ട്. എന്താ പറയുക, സ്പൈഡർമാനായിട്ടിരിക്കുക അത്ര പണിയാണ്. അതുപോലെ തന്നെ ഈ സിറ്റിയുടെ കീ പുള്ളിക്ക് കൊടുക്കുമ്പോഴേ കാണിക്കുന്നുണ്ട്. ആൻഡ് സ്പൈഡർമാൻ സ്വന്തമായിട്ട് സ്യൂട്ടൊക്കെ ഇതിൽ തയ്ക്കുന്നുണ്ട്. അത് കഴുകുന്ന സീൻസൊക്കെ നമുക്ക് കാണാൻ കഴിയും. സോ ഇതിൻ്റെ അകത്ത് നമ്മുടെ MJക്ക് ഇതിനകത്തൊരു ബോയ് ഫ്രണ്ട് പോലെ കാണിക്കുന്നുണ്ട്. ആൻഡ് സ്പൈഡർമാൻ താമസിക്കുന്ന അതേ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇവർ താമസിക്കാൻ വരുമ്പോഴേയും ഒരു സീനിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ ഒരു സീനിൽ നമ്മൾ സ്പൈഡർമാൻ MJക്ക് അന്ന് കൊടുക്കുക ലെറ്റർ എഴുതിയിട്ടുണ്ടാവും. ആ ലെറ്റർ എടുത്ത് വായിക്കുമ്പോൾ ഒരു സീനും വെച്ചിട്ടുണ്ട്. മേ ബി സ്പൈഡർമാൻ വീണ്ടും പോയിട്ട് എന്താ പറയുക ഈ ലെറ്റർ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷേ എനിക്ക് കൺഫ്യൂസ് ഉണ്ടാക്കുന്നൊരു കാര്യം, ആക്ച്വലി MJ നോ സ്പൈഡർമാൻ. MJക്കും നെഡ് ആണെങ്കിലും അവർ പീറ്റർ പാക്കറിനെ മറന്നുപോയുള്ളൂ. സ്പൈഡർമാനെ ഓഫ്കോഴ്സ് ഇവർക്ക് അറിയായിരിക്കും. ആൻഡ് ഒരു സീനിൽ നമ്മൾ സ്പൈഡർമാനും MJയും കാണുമ്പോൾ ഒരു സീനും വെച്ചിട്ടുണ്ട്. ആൻഡ് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഏരിയയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു എന്താ പറയുക ആൻസർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ ഈ സിനിമയ്ക്കകത്ത് മെയിൻ വില്ലൻ ആരാണെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് അറിയത്തില്ല. പക്ഷേ 3 വില്ലൻ വരെ എന്ത് കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ സിനിമയിലെ പല ഷോട്ടുകളും കോമിക് ബുക്കിന് റെഫറൻസ് അതുപോലെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കോമിക് ബുക്കിൻ്റെ കവർ പേജിലുള്ള ഫോട്ടോസിനെ റിസംബിൾ ചെയ്യുമ്പോഴത്തെ ഒരുപാട് ഷോട്ട്സ് നമുക്ക് ഈ ട്രെയിലറിൽ കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് അതുപോലെ നമ്മൾ സ്കോർപ്പിയൻ, ട്രയാഞ്ചുല, അതുപോലെ ഹാൻഡ് പോലുള്ള എന്താ പറയുക വില്ലന്മാർ. ഹാൻഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു എന്താ പറയുക നിഞ്ച ഓർഗനൈസേഷൻ ആണെന്ന് പറയാൻ പറ്റും. ആൻഡ് കൂടുതൽ നമ്മൾ ഡെവിൾസ് കിച്ചൺ പോലുള്ള സ്ഥലത്ത് നമ്മുടെ ഡെയർ ഡെവിളിനൊക്കെ കൂടുതലാണ് ഫൈറ്റ് വരുന്നത്. ഡെയർ ഡെവിൾ ഈ മൂവിയിൽ അപ്പിയർ ആകുമോ എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ട്രെയിലർ നോക്കുകയാണെങ്കിൽ നമ്മുടെ മ്യൂട്ടൻസിനെ എന്താ പറയുക ടീസ് ചെയ്യുമ്പോൾ ഒരു ട്രെയിലറും കൂടിയാണ്. കാരണം മ്യൂട്ടൻ്റ് എന്ന വാക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ട്രെയിലറിൽ ഉപയോഗിച്ചത് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ സ്പൈഡർമാൻ മാൻ സ്പൈഡറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതും കോമിക് ബുക്കിൽ നടന്നിട്ടുണ്ട്. നമ്മുടെ സ്പൈഡർമാൻ്റെ മ്യൂട്ടേഷൻ വന്നിട്ട് നമ്മൾ സ്പൈഡർമാൻ ഒരു മാൻ സ്പൈഡറായിട്ട്, അതായത് ചിലന്തിയായിട്ട് ഇവോൾവ് ആകുമ്പോൾ ഒരു ഇത് വന്നിട്ടുണ്ട്. ആൻഡ് ഒരു സീനിൽ നമ്മുടെ സ്പൈഡർമാൻ ഒരു എന്താ പറയുക വല കൊണ്ട് പിന്നപ്പെട്ട എന്താ പറയുക കുക്കുവിൻ്റെ അകത്ത് അകപ്പെട്ട പോലെയും അതിൽ നിന്ന് പൊട്ടിച്ച് പുറത്ത് വരുന്നതും അതിനുശേഷം അദ്ദേഹത്തിന് ആ ഒരു എന്താ പറയുക ഓർഗാനിക് വെബിങ് കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് പലയിടത്തും പറയുന്നത് ഇതൊരു മൾട്ടി ഡിമെൻഷണൽ വില്ലൻ ഈ സിനിമയ്ക്കകത്ത് മെയിൻ വില്ലനായിട്ട് വരുമെന്ന് പറയുന്നു. അത് സേഡി സിംഗാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നു. എത്രമാത്രം സത്യമാണെന്ന് എനിക്കറിയത്തില്ല. ആൻഡ് ആ ഒരു മൾട്ടി ഡിമെൻഷണൽ ഇൻ്റർകോഴ്സ് കൊണ്ടാണ് സ്പൈഡർമാൻ ഈ ഒരു ഓർഗാനിക് വെബിങ് കിട്ടിയതെന്നും പറയുന്നുണ്ട്. മേ ബി ഇതൊരു മ്യൂട്ടേഷൻ ആയിരിക്കാം. ആൻഡ് അതുപോലെ തന്നെ ഒരു സീനിൽ നമ്മൾ സ്പൈഡർമാൻ്റെ കണ്ണ് പൂർണ്ണമായിട്ട് കറുപ്പായിട്ട് മാറുമ്പോൾ ഒരു സീനും കാണിച്ചിട്ടുണ്ട്. മേ ബി ആ ഒരു സ്പൈഡർ ജീന് ഇദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും എന്താ പറയുക പൂർണ്ണമായിട്ടും ആ ഒരു സ്പൈഡർമാൻ്റെ ആ DNA ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യാൻ നോക്കുന്നതായിരിക്കാം. ഒരു സീനിൽ നമ്മൾ സ്പൈഡർമാൻ നമ്മൾ പീറ്റർ പാക്കർ പോയിട്ട് നമ്മൾ ബ്രൂസ് ബാനറിനെ കാണുന്നതായിട്ടും DNA പറ്റി ചോദിക്കുന്നതായിട്ടും ഉണ്ട്. ആൻഡ് എസ്പെഷ്യലി നമ്മൾ ബ്രൂസ് ബാനർ ഫോമിൽ തന്നെ ഉണ്ട്. പുള്ളിയുടെ കയ്യിൽ എന്തോ ഒരു റിഫ്റ്റ് ബാൻഡോ എന്തോ ഒരു ജമ്മൊക്കെ വെച്ചൊരു സാധനം കൈ കിടപ്പുണ്ട്. മേ ബി നമ്മളുടെ ഹൾക്കിൻ്റെ ആ ഒരു പവറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആയിരിക്കാം, ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ആൻഡ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഹൾക്കിനും സ്പൈഡർമാനും ഒരു ഫൈറ്റ് നടക്കും എന്ന് പോലെയും പറയുന്നുണ്ട്. ആൻഡ് ഒരു സീനിൽ ചെറുതായിട്ടോ ടീസ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു എന്നുള്ളത് എനിക്കറിയത്തില്ല. സോ എനിവേ ട്രെയിലർ ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എടുത്തങ്ങ് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ സർപ്രൈസ് സിനിമയിൽ പോയാലേ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു ട്രെയിലറിൻ്റെ അകത്ത് ഓൾറെഡി നമുക്ക് ഫ്രണ്ടിലേക്ക് വെച്ച് തന്നു. ആൻഡ് നിങ്ങൾ ട്രെയിലർ കണ്ടു, നിങ്ങൾ എന്തെങ്കിലും ഹിഡൻ ഡീറ്റെയിൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. എന്നെ സംബന്ധിച്ച് ട്രെയിലർ ഭയങ്കര ഫുൾഫില്ലിംഗ് ആയിരുന്നു, ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. കുറച്ച് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ട്രെയിലർ ഉണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ദിവസം പറ്റി കാണാം. അതുവരെയും ബൈ.